മലയാളത്തില് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പം അവിടെയും ഇവിടെയും സ്ത്രീകളുടെ ഈ ഒരു തൊഴിൽ രംഗം എന്നുള്ള രീതിയിൽ സ്ത്രീകളുടെ ഒരു അവസ്ഥയെ എങ്ങനെ നോക്കിക്കാണുന്നു? നമുക്ക് നമ്മുടെ ഇവിടെ കുറച്ചുകൂടി ലേറ്റായിട്ടാണ് സ്ത്രീകളെ കുറച്ച് ഈ സിനിമയ്ക്കകത്ത് സിനിമയുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റായിട്ടാണ് കുറച്ച് എൻട്രി ആയതൊക്കെ. ഇപ്പം നല്ല സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറയുന്നത് പോലെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പല വാർത്തകൾ ഇങ്ങനെ അവിടെയും ഒക്കെ പലരും ഇങ്ങനെ കേൾക്കുമ്പം ഈ പരാതികളും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഉന്നയിക്കപ്പെടുന്നു. അങ്ങനെയൊക്കെ വരുന്നെന്ന് പറയുമ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് സ്ത്രീകളെ നിർത്താൻ പോലും ചില ഡയറക്ടേഴ്സ് പറയുന്നത് വേണോ എന്ന് ചോദിക്കുന്ന രീതിയായി തുടങ്ങി. ഞാൻ പറയും നിങ്ങൾ തുടങ്ങിയിട്ട് പോലും ഇപ്പോഴല്ലേ അവരെയൊക്കെ ഉൾപ്പെടുത്തി തുടങ്ങിയത്. അപ്പം എന്തെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ യൂണിറ്റിൽ പ്രശ്നമാവുമോ? ഒരു പെൺകുട്ടിയെ നിർത്തി എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അത് പോയി പരാതിപ്പെട്ട് എന്തെങ്കിലും ഷൂട്ടിങ്ങിന് തടസ്സമാവുമോ എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. മറ്റു ഭാഷകളിൽ അതില്ല കേട്ടോ. ഇവിടെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വരുന്നവർക്ക് ഒരു പടം ഡയറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിനകത്തുള്ള ഈ പ്രൊഡ്യൂസറെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അപ്പം പ്രൊഡ്യൂസേഴ്സിനും വിശ്വാസം വരണം. അതെ, ഒരുപാട് സ്റ്റോറീസും കാര്യങ്ങളും കുറെ പെൺകുട്ടികളുടെ കയ്യിലുണ്ട്. ഇതിൽ പലതും ഞാനും കേൾക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അത് ഒരു ടീമിനെ പോലും അവരുണ്ടാക്കി എടുക്കുന്നുണ്ട് പലരും. പക്ഷെ അവരെ വിശ്വസിച്ച് ആ പടം കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു നിർമ്മാതാവ് വേണ്ടേ? അവിടെയാണ് കാര്യം. ഏത് ഡയറക്ടർ ഉണ്ടായാലും ഏത് ആർട്ടിസ്റ്റ് ഉണ്ടായാലും നല്ലൊരു നിർമ്മാതാവ് ഉണ്ടെങ്കിലല്ലേ പടം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സ്റ്റക്കായി നിൽക്കുന്നത് അവിടാണ്. വരും നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ലല്ലോ. തീർച്ചയായിട്ടും വരും.